എന്താ പരിപാടി അവിടെ? ചുമ്മാ ഡാൻസ് കളിക്കുക. വേണ്ടേ വാതിലിങ്ങനെ തുറന്നിട്ടേ അവിടെ ഡാൻസ് കളിച്ചോണ്ടിരുന്ന ഇവിടെ ആരെങ്കിലും കയറി മിമിക്രി അവതരിപ്പിക്കും. അവിടുത്തെ നിധിയൊക്കെ ഞാൻ നിലവറയിൽ വെച്ച് പൂട്ടി. നന്നായി. എപ്പോഴും ഇത് റെഡി നിനക്ക് എപ്പോ നോക്കിയാലും ഒരു വൃത്തിയില്ല. ഇച്ചിരി ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് നിന്നൂടെ? ഓ ക്ലീറ്റ പിന്നെ നല്ല വൃത്തിയായിട്ട് നടക്കണ്ടല്ലോ, അത് മതി എനിക്ക്. ഇത് കണ്ടെങ്കിലും ഒന്ന് വൃത്തിയാവണമെന്നുള്ളൊരു തോന്നലുണ്ടാവട്ടെ. നടക്കൂല, മടുക്കണേ. പിന്നെ ഞാൻ എന്തോ പറയാ, സംഗതി എടി എന്റെ കോർത്തമാർ സമയം മാറുന്നതേ. നമ്മുടെ പാർട്ടിയിലൊരു പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ചെറുക്കനുണ്ടായിരുന്നില്ലേ, പണ്ട് കൊടിയൊക്കെ പിടിച്ച് കിടന്ന് എനിക്ക് കിട്ടേണ്ടതല്ല അവന് കിട്ടി. എന്നിട്ട് അവൻ അകത്തൊക്കെ കിടന്നല്ലോ. എന്നിട്ട് അവന്റെ തന്ത പാർട്ടിയിൽ നിന്നൊക്കെ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞൊരു ജ്വല്ലറി ഇട്ട് കൊടുത്തു. എന്തൊരു വളർച്ചയടി അവന്! ഒരു വർഷം കൊണ്ടേ എന്നാ കച്ചവടം. ഇപ്പൊ 1-ാം വാർഷിക ആഘോഷമായിരുന്നു. നല്ല വിഷമം തോന്നുന്നുണ്ടല്ലേ? വിഷമമൊന്നുമല്ല, നമ്മളെ കൂടെയുള്ളവർക്ക് നന്നായല്ലോ. അതുകൊണ്ട് ഇപ്പൊ എപ്പോഴും വേണമെങ്കിലും കയറി ചെല്ലല്ലോ ആ ജ്വല്ലറിയിലോട്ട്. വാർഷിക പരിപാടി എന്ന് പറഞ്ഞിട്ട് വഴിയെ പോണവർക്ക് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കല. എനിക്കും തരാൻ ഞാൻ പറഞ്ഞാൽ വരാം, ഞങ്ങൾ ഫാമിലി ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയത്? അതെന്താ അതിന്റെ പേര്? കനകക്കലവറ. കനകക്കലവറ. ഇറക്കത്തിലിരിക്കണത്. അത് തന്നെ, അത് തന്നെ. ആ റെഡിമെയ്ഡ് ഷോപ്പിന്റെ പക്ഷെ ഭയങ്കര സെയിലാ കേട്ടോ. പക്ഷെ സ്വർണം കൊള്ളത്തില്ലെന്നാണ് 1-2 പേരൊക്കെ എന്നോട് പറഞ്ഞു. അതിൽ ഈ മറ്റേ ഇതുണ്ടല്ലോ, ചെമ്പൊക്കെ ചേർത്ത് അങ്ങനെ ഒരു പരിപാടിയാണ്. പിന്നെ എന്താ പുതിയ സ്കീമൊക്കെ അവൻ വെച്ചിട്ടുണ്ട്. ഈ സ്വർണം വാങ്ങാനേ പൈസ ഇല്ലാത്തവർക്ക്, പാവങ്ങളെ ഉദ്ദേശിച്ചെന്നാ പറഞ്ഞേക്കണേ. ഇപ്പോൾ ഒരുമിച്ച് മേടിക്കാനുള്ള ഇതില്ലെങ്കിൽ ഇപ്പോൾ 2-3 പവൻ്റെ പൈസ നമുക്ക് കുറച്ചായിട്ട് മാസം അടച്ചിട്ട് നമുക്ക് ആ പൈസ എല്ലാം കൂടെ. എടി ഇപ്പോൾ ഒരു 5 പവന് വേണം. 5 പവൻ വേണമെങ്കിൽ ആദ്യം നമ്മളൊരു ചെറിയ തുക അടയ്ക്കണം, ഒരു 5000 രൂപ അടയ്ക്കണം. പിന്നെ മാസം ഉള്ളത് വെച്ച് നമുക്ക് അതിൽ അടച്ചുകൊണ്ടിരിക്കാം. 5 പവൻ്റെ പൈസ ആകുമ്പോൾ അന്ന് പോയാൽ സ്വർണ്ണം മേടിക്കാം. അത് ഇപ്പം നമ്മൾ ആദ്യം അടയ്ക്കുന്ന ദിവസത്തെ പൈസയിലാണ് കുറവെങ്കിൽ അന്നത്തെ പൈസക്ക് തരും. അതല്ല അന്ന് എടുക്കുന്ന പൈസയാണ് കുറവെങ്കിൽ അന്നത്തെ സ്വർണ്ണ വിലക്ക് തരും. അപ്പോൾ അത് നല്ല ലാഭമാണല്ലോ. ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭാരം ഉണ്ടാവില്ലല്ലോ. 5 പവൻ ഒരുമിച്ചെടുക്കുന്നതിന്റെ അങ്ങനെ കൊടുക്കുന്ന സ്വർണ്ണത്തിലൊക്കെ എന്തെങ്കിലും ഉടായ്പ കാണും ചിലപ്പോൾ. ശരി, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് പാവങ്ങളുടെ കയ്യിൽ ഇടുന്ന 5000 രൂപ എന്തിനാ ഈ പറഞ്ഞത്? നമുക്ക് പൈസ വരുമ്പോ ഉള്ള പോലെ ഇല്ലാത്ത പോലെ. അങ്ങനെയല്ലേ? കുടിക്കാനോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നൂഡിൽസ് ഉണ്ടോ? നൂഡിൽസ് ഇല്ല, ഒന്നുമില്ല. പച്ചവെള്ളം ഉണ്ടോ? പച്ചവെള്ളം ഉണ്ടോ? കിണറ്റിലുണ്ടാവും. എടുത്തൊന്ന് ചാടി നോക്ക്. ഞാൻ ചാടും കേട്ടാ. ചാടണേ. നീ വാ, പെട്ടെന്ന് വാ ഇങ്ങോട്ട്. എനിക്കത് പണിയുണ്ട്. ബസ്സൊക്കെ ഇങ്ങോട്ട് വന്നേ. അമ്മേ, വന്നൊരു കാര്യം പറയട്ടെ. വാ, അവളെന്ത് ജമന്തി? അവളിവിടെ ഇല്ലല്ലോ, പുറത്തോട്ട് പോയി. അതെന്തെങ്കിലും ആവട്ടെ. അതെ, ഇത് എല്ലാ പ്രാവശ്യം പറയണ പോലെ അല്ല. ഇത് ഞാൻ ശരിക്കും ചെയ്യാൻ വേണ്ടിയിട്ടാ. അമ്മേ, ഞാനിങ്ങനെ ഇമാതിരി പണിയെടുത്ത് വേലയെടുത്ത് ഓരോന്ന് ഉണ്ടാക്കാൻ നോക്കിയാലൊന്നും നടക്കൂല വീട്ടിൽ. ഞാൻ എവിടെയെങ്കിലും ഒരു 500 രൂപ എടുത്ത് അരിപ്പാത്രത്തിലോ മഞ്ഞപ്പൊടി പാത്രത്തിലോ ഇട്ട് വെക്കും. അത് അങ്ങനെ തന്നെ ക്ലീറ്റോ അടിച്ച് മാറ്റിക്കൊണ്ട് പോകും. ഇതുവരെ ഒരു 10 പൈസ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഞാനതുകൊണ്ടേ ഒരു കാര്യം ആലോചിക്കായിരുന്നു. എന്തോന്ന് കാര്യം? ഇപ്പം ഈ സ്വർണ്ണച്ചിട്ടിയില്ലേ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പം അതിനകത്ത് ചേർന്നാലോ അമ്മേ ഞാൻ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിന്നെ കൊണ്ട് അതൊന്നും നടക്കത്തില്ല അവൻ്റെ ഇടയിൽ. ഇല്ല അമ്മേ, നടക്കും അമ്മേ, നടക്കും. ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം അമ്മേ. അമ്മ എൻ്റെ കൂടെ ഒരു ധൈര്യത്തിന് നിന്നാൽ മതി. അത് എങ്ങനെയടി നടക്കുന്നത്? നീ എങ്ങനെയെങ്കിലും 5-6 ചുരുക്ക് കൂട്ടി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. വലിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും. പിന്നെ പക്ഷെ അതവിടെ ഇരിക്കണോണ്ടാണല്ലോ ക്ലീറ്റ് ഇതിങ്ങനെ ഇതിന്ന് വലിച്ചെടുക്കണത്. ഞാനൊരു കാര്യം ചെയ്യും, മാസത്തിൽ ആദ്യം എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് ആ ജ്വല്ലറി കൊടുക്കും. അങ്ങനെ കയ്യിലുള്ള പോലെ കൊടുത്താൽ മതിയെന്ന്. 1 വർഷം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സ്വർണം നമുക്ക് ഇങ്ങോട്ട് മേടിക്കാം. അതൊക്കെ എനിക്കറിയാം. അതൊക്കെ പിന്നെ വേറൊരു സംഗതി ഉണ്ടമ്മേ, ഈ സ്വർണം നമ്മളിപ്പോൾ ഇന്നാണ് ഞാൻ പൈസ കൊണ്ടുവന്ന് കൊടുക്കണേന്ന് വിചാരിച്ചോ, അപ്പോൾ ഇന്നത്തെ വിലയ്ക്ക് 1 വർഷം കഴിഞ്ഞിട്ട് സ്വർണം കിട്ടും. അതായത് ഇന്നിപ്പോൾ കുറഞ്ഞ വിലയാണെങ്കിൽ ഈ വിലയ്ക്ക് തരും. 1 വർഷം കഴിഞ്ഞിട്ട് അതാ കുറഞ്ഞ വിലയെങ്കിൽ ആ വിലയ്ക്ക് തരും. കൂടിപ്പോയാൽ ഈ കുറഞ്ഞ വിലയ്ക്ക് തരും. അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അത് കൊള്ളാം. പക്ഷെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നടത്തിക്കൊണ്ട് പോകണം. ഞാനിപ്പോൾ തീരുമാനിച്ചേക്കണം, എങ്ങനെയെങ്കിലും ഞാൻ വെള്ളമിറക്കി ഒരു 4000 രൂപ കൊണ്ടുവന്ന് ജ്വല്ലറി കൊടുക്കും.
ഒരു 2 പവൻ മേടിക്കാൻ പറ്റൂലേ അമ്മ? അപ്പൊ അല്ല ഇപ്പം നിനക്ക് ഒടുക്കുന്നിടത്തോളം അടയ്ക്ക്. അഥവാ 2 പവൻ വേണമെങ്കിൽ നമുക്ക് ബാക്കി കാശും കൂടി എങ്ങനെയും കൊടുത്ത് അവനെടുക്കാം. അമ്മ എനിക്കെങ്ങാനും ഈ 4000 രൂപ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങാനും ഒരു മുട്ട് വന്നാ വരൂല. അമ്മ ഒന്ന് സഹായിക്കണം. ഞാൻ പിന്നെ സ്വർണം മേടിച്ച് കഴിയുമ്പോൾ ഞാൻ അമ്മയ്ക്ക് അത് തിരിച്ചു തന്നോളാം. എല്ലാ പ്രാവശ്യം പറയണ പോലെ അല്ലമ്മ. നല്ല കാര്യമല്ലേ? ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ തുരുക്കൂട്ടി തരാൻ നോക്കാം. അവൻ അറിയരുത്, ആരും അറിയരുത്. ഇല്ല, അവിടുന്ന് എന്തോ കാർഡ് തരും എന്ന് പറഞ്ഞു ഈ പൈസ അടയ്ക്കുമ്പോഴത്തേനും. അത് അമ്മ ഇവിടെ സൂക്ഷിച്ചു വെച്ചാൽ മതി. അവിടെ കണ്ട ക്ലീറ്റോ അതും കണ്ടുപിടിക്കില്ല. അങ്ങനെയാണെങ്കിലേടി നമുക്ക് ജമന്തിയുടെ കൂടെ പറയാം, അവളെ കൂടെ ചേർക്കാം ഒന്നിന്. അത് വേണമ്മേ. ഇനി അമ്മ അവൾക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അവൾക്ക് എടുത്തു കൊടുക്കും. അന്നേരം എനിക്ക് തരാൻ ആരും ഉണ്ടാവൂല. എടി എങ്ങനെയെങ്കിലും ഒന്ന് ചേരട്ട്, അതൊക്കെ നമുക്ക് ഒപ്പിക്കാം. എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം അമ്മ ഉപേക്ഷിക്കരുത്. വേറെ എന്തൊക്കെ ചെലവുണ്ട് പൈസക്ക്. ഇനിയിപ്പോൾ അവസാനം ഈ കുറിയിലും കൂടെ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇനി അത് അടുത്ത വഴക്കിനുള്ള കാരണമാണ്. എന്ത് അത് വെറുതെ കളയല്ലോ, സ്വർണ്ണമായിട്ടല്ലേ തിരിച്ചു കിട്ടുന്നേ. ഇപ്പൊ നിനക്ക് ചേരേണ്ട കാര്യം എന്താ? നിനക്ക് സ്വർണ്ണം ഉണ്ടല്ലോ, ഉള്ള ഇട്ടാ മതി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എല്ലാവർക്കും ചേരാം. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം നടക്കില്ല. എന്റെ കയ്യിൽ അതിന് പൈസ ഇല്ല. അമ്മ നാത്തിനും പൈസ കൊടുക്കും, എനിക്ക് പൈസ തരാൻ ആരുമില്ല. എടി തങ്കത്തിന് ഇല്ലല്ലോ. എന്ത് പറഞ്ഞാലും തങ്കത്തിന്റെ പക്ഷം പിടിക്കുന്ന എന്തിനാ നിങ്ങള്? നീ അതിന് ചേരണ്ട തന്നെ. എനിക്ക് ചേരണം. വല്ലാത്തൊരു മലക്ക്. എവിടക്കെങ്കിലും കടന്നു പോയാ മതി. വേറെ ഒരുപാട് ചെലവുകളില്ലേ? കുറിയുണ്ട്, തേങ്ങ മാങ്ങാത്തോലുണ്ട്, ഇതിനൊക്കെ പൈസ കൊടുക്കണ്ടേ? അതിന് 5000 രൂപയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഉള്ള പോലെ 500, 1000, 2000 അങ്ങനെ മതി. ഇതൊക്കെ മാസം മാസം കൊടുക്കണ്ടേ? ആ മാസം മാസം കൊടുക്കണം. മാസം മാസം കൊടുക്ക. എവിടെ നിന്റെ കയ്യിൽ പൈസ? ഏട്ടനെ എനിക്ക് തന്നെ. എന്റെ കയ്യിലില്ല, അതാ ഞാൻ പറഞ്ഞേ. തന്നേ പറ്റുള്ളൂ. അങ്ങനെ പറ്റില്ലല്ലോ. എല്ലാ കാര്യത്തിനും ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ തരുമോ 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 എന്ന് ചോദിക്കണം. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യണ്ടേ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? എന്റെ കയ്യിൽ പൈസ ഇല്ല അതിനെന്ന് പറഞ്ഞില്ലേ? എന്നാ അമ്മയെങ്കിലും ആലോചിക്കണ്ടേ? അമ്മ എന്തിനാണ് ആലോചിക്കണേ? അമ്മ അമ്മയുടെ മോക്ക് മാത്രം കൊടുക്കുമല്ലോ. അമ്മയുടെ മോക്ക് അത് ഇല്ലാത്തത് കൊണ്ടാണ്. നിനക്കത് ഉണ്ടല്ലോ. എനിക്കില്ലല്ലോ. എല്ലാം അമ്മയുടെ മോനെടുത്ത് പണയം വെച്ചേക്കുവാണല്ലോ. അത് പറയുമ്പോ ദേഷ്യം വന്നിട്ട് കാര്യം. എനിക്ക് കഴിച്ചേ മേടിക്കാനുള്ളതാ. പൈസ തന്നേ പറ്റുള്ളൂ. പൈസ തന്നെ ഇല്ല. ആ പൈസ എന്റെ കയ്യിൽ നിന്നേ കുറി കൂടാൻ പൈസ കിട്ടുന്ന വിചാരിച്ചിട്ട് എന്റെ മോള് നിൽക്കണ്ട കേട്ടാ. ആ ലൈറ്റ് ഓഫ് ചെയ്താ. എനിക്ക് സൗകര്യമില്ല. പൈസ തരുമെന്ന് പറഞ്ഞാ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. പൈസ തരൂല. എനിക്ക് പൈസ വേണം. പൈസ തരില്ലെന്ന് പറഞ്ഞില്ലേ? നീ അതിന് ചേരണ്ട. ഒക്കെ കഴിയുമ്പോ സ്വർണ്ണക്കുറി ചേരാനായിട്ടാണ്. ഇല്ല എന്റെ വിദ്യ. എന്താ മൗറെടുത്തുകൊണ്ട് ജമന്തിയെന്ന് വിളിച്ചപ്പോ പോണ പോക്കണ്ടില്ലേ? എന്തെങ്കിലും പണക്കണ്ടായ? അവൾക്ക് ഇപ്പൊ എന്തെങ്കിലും കാരണം വേണോ? എന്റെ ഒരു കാര്യം, നീ എന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇറങ്ങി അതൊന്നും അല്ല കാര്യം. പിന്നെ അവർ രണ്ടും കൂടി ഒരു സ്വർണ്ണച്ചിട്ടിക്ക് ചേരണമെന്ന് വിചാരിച്ച് അവനത് ഇഷ്ടമല്ല. ആര് രണ്ടാളും കൂടി? ജമന്തിയും വെള്ളം കൂടെ. അതിനെന്താ നീ ഇഷ്ടപ്പെടാതിരിക്കാൻ? ഞാൻ ഇഷ്ടപ്പെടാതിരിക്കും. അവള് ചേരണം എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ. എടാ ഓരോരോ കാരണം ഉണ്ടാക്കിയിട്ട് നീ ഇങ്ങനെ പണയ്ക്കുക. ഇതിപ്പോ അവളൊരു നല്ല കാര്യമല്ലേ പറഞ്ഞു. ഏത് സ്വർണ്ണക്കടയിലാ ചിട്ടിയായിരുന്നു? എന്താണ് സ്വർണ്ണക്കടയുടെ പേര്? എന്ത് കലവറ? കനകക്കലവറ. അത് നല്ലതല്ലേ. എടാ ഒരു കൊല്ലായില്ലേ ഇപ്പൊ? ഇതപ്പൊ 2 ദിവസം അവിടെ വാർഷികം ഉണ്ടായില്ലേ? എനിക്കൊക്കെ ഉണ്ടായിരുന്നു കാർഡ്. പിന്നെ ഈ വാർഷികം നടത്തുമ്പോൾ നമുക്ക് ഈ ഇതൊരു പ്രസന്റേഷൻ ഒക്കെ തരും. നമ്മൾ അതിന്റെ കുറിയെ ചേർന്നവർക്കും ഒരു കാർഡൊക്കെ തരും. നമുക്ക് സ്വർണ്ണം നമുക്ക് പണിക്കൂലി കുറയും. മറ്റുള്ളവർ മേടിക്കണേക്കാൾ നമുക്ക് ലാഭമാണ്. പിന്നെ ഉള്ളത് അടച്ചാൽ മതി. ഞാനിപ്പോൾ മാസം ഒരു 500 ചിലപ്പോൾ ഒരു 700 അടയ്ക്കാറുണ്ട്. ഇനി ഒരു 6 മാസം കൂടി കഴിയുമ്പോൾ വേണം ഇതാ ഈ ചെയിൻ ഉണ്ടല്ലോ ഒരു 3 പവനാക്കാൻ. എല്ലാവരും അങ്ങനെ രക്ഷപ്പെട്. ഞാൻ മാത്രം ഇങ്ങനെ നരകിക്കട്ടെ. ഒന്നല്ലെങ്കിൽ കെട്ടിയാൻ തോപ്പിക്കും, അല്ലെങ്കിൽ കൂടപ്പറപ്പ് തോപ്പിക്കും. നീ രണ്ടാളെയും തോൽപ്പിക്കണം. നീ ഒരു കാര്യം ചെയ്യ്, ഈ തുന്നി കിട്ടുന്ന കാശിന്ന് ആരും അറിയേണ്ട കുറച്ച് കാശ് കൊണ്ടടക്കി. അമ്മാവൻ എന്തറിഞ്ഞിട്ടേ പറയണേ? ഇവന്റെ കാല് ഞാൻ പിടിക്കണേ എന്തിനു വേണ്ടിട്ടാന്നറിയാമോ? എന്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട് അമ്മാവാ. ഞാൻ ഓർത്തത് ആ ജ്വല്ലറി കൊണ്ടുവന്ന് അങ്ങ് ഇടാന്ന് വിചാരിച്ചു. അപ്പോഴാ ഞാൻ ഓർത്തത് ആ ജ്വല്ലറിയിലെ ഓണർ ക്ലീറ്റോന്റെ കൂട്ടുകാരൻ, അയാൾ അറിയില്ലേ? അതിന് ഞാൻ ഇവന്റെ പേരിൽ അതൊന്ന് കൂടി താടാന്ന് പറഞ്ഞു. അവൻ ജന്മം ചെയ്താ സമ്മതിക്കില്ല. അപ്പൊ അവന്റെ കുശുമ്പല്ലേ അത്? ഞാൻ രക്ഷപ്പെട്ടാൻ പോയാലോ? അതെ. പിന്നെന്താ? നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ ആ പൈസ ബാങ്കിൽ കൊണ്ടുപോയിട്ട് പറയൂട്ടോ. ബാങ്കിലൊക്കെ പൈസ ഉണ്ടെന്ന് അറിഞ്ഞ ക്ലീറ്റസിന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഒരു കുരിശും വട്ടവും വരയ്ക്കാനേ ഉള്ളൂ എന്റെ ഒപ്പ്. അതവന്ന് അന്തസ്സായിട്ട് ക്ലീറ്റോനെ അറിയാം. അവൻ അറിയാണ്ട വേണം. പെൺകുട്ടിയിലെ വളർന്നു വരുന്നത്. ഒരു 2 കൊല്ലം എന്തെങ്കിലും കിട്ടണം ഇങ്ങനെ അടച്ചോണ്ടിരുന്ന ഒരു 2 പവന്റെ ചെയിൻ ആ കുട്ടിക്ക് കഴുത്തിലിട്ട് കൊടുത്താൽ കുളിക്കോ?
എന്റെ അപ്പൊ അമ്മ നീ കാശ് ഇറക്കണ്ടല്ലോ, അവള് കാശ് തരാ പറഞ്ഞു. നിന്റെ ആടാ, പേരിലൊന്ന് ഞാൻ കാശ് ചേരാനല്ലേ തരാന്നേ. പറഞ്ഞു. അതെന്താ നീ ചേരാത്ത്? അത് ഈ കയ്യിലിരിക്കണ പൈസ വെറുതെ ഓരോരുത്തരുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ടിരുന്നിട്ട് അവരത് ഇതായി വിശ്വസിക്കാൻ പറ്റില്ല. അവനൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവനില്ല പോസ്റ്റിൽ കയറണം, കൊണ്ടുവരണം, അന്നന്നത്തരം കഴിയണം, അത് മാത്രമേ ഉള്ളൂ അവന്റെ വിചാരം. നന്നാവണമെന്നൊരു വിചാരമില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചോ? കോടിക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയുള്ള സ്ഥാപനം നടത്തുന്നു. കൊല്ലം ഒന്ന് കഴിഞ്ഞു. ഒന്നും രണ്ടൊന്നല്ല, ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ കുറിയിൽ ചേർന്നിരിക്കുന്നത്. നീ കൊടുക്കണ്ടടാ, അവള് തന്നോളൂ. അവിടെ നീ ഒന്ന് നിന്ന് കൊടുത്താ മതി. അങ്ങനെ കൊണ്ടടച്ചോടെ നിനക്ക് ചെയ്യാൻ പറ്റുമോ നിനക്ക്? അതെ, എനിക്ക് താല്പര്യമില്ല. ഇനി നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പോയി അന്വേഷിക്കുകയും ചെയ്യാം. ആ ഒരു കാര്യം ജമന്തിയോട് പറഞ്ഞിട്ട് അവളോടും മൂപ്പരാറേണ്ട കുറച്ച് കാശ് ചൊലിപ്പിക്കാൻ പറയാം. നീയും കിട്ടണത് കിട്ടിയിട്ട് കൊടുക്കുമ്പനെ ഏൽപ്പിക്കുക. നീ ഒന്ന് നമ്മുടെ പേരിൽ നിന്റെ പേരിൽ അങ്ങനെ അടച്ചോണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഗുണം അറിയാം. ആ അന്വേഷിക്കാം, അല്ലാതെ എന്താണ്? Alien versus Alien.